അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു വർക്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ മക്കളെ കളറ്. ഇത് 10 റുപ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. ഇത് 10 റുപ്യക്ക് എത്ര കളറ്? 1 2 3 4 5 6 കളർ കിട്ടിക്കണം. 10 രൂപയാണ് ഈ കളറിന്. അപ്പോൾ പിന്നെ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ യെല്ലോ കളറ്, പച്ച, റെഡ്, പിന്നെ വയലറ്റ്. അപ്പം നമ്മൾ ഇത് ചിരട്ട കൊണ്ടൊരു പരീക്ഷണത്തിന് വന്നിരിക്കുകയാണ്. ചിരട്ട ഫ്ലവർ നമ്മൾ ചിരട്ട കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കണം. അപ്പോൾ അത് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും ഞാനത് കൊല്ലം ഇത് ചിരട്ട കൊണ്ടൊരു കപ്പ് പോലെ ഉണ്ടാക്കിക്കണം. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്. അതാ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് പെയിൻ്റ് അടിക്കണം കേട്ടോ. സൂപ്പറായിട്ട് ഒന്നും കൂടെ പെയിൻ്റ് അടിക്കണം. കൊല്ലം പെയിൻ്റ് അടി തുടർന്നുകൊണ്ടിരിക്കും. അതാണ് ചിരട്ട വെച്ചുകൊണ്ട് നമുക്ക് ചിരട്ടക്കായിൽ ഉണ്ടാക്കാം, നമ്മളെ ചെടിച്ചട്ടി പോലെ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും കപ്പ് ഉണ്ടാക്കാം. ഇതിൻ്റെ അടുത്ത് പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്. ഇത് മഹാക്കണി സാധനം. അതിൻ്റെ ഇതിട്ടോ തോട് ഇതൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് അത് അതിൻ്റെ നടുവിൽ വെച്ചെടുക്കും. ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ തുടങ്ങിയാലോ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ പണി? വെയിൽ പൊന്നു മക്കളെ. അപ്പം നമ്മൾ ഏതാ കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. നമുക്ക് പച്ചനോടാണ് എനിക്ക് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്. നമുക്ക് പച്ച കൊടുത്താലോ? അപ്പോൾ എല്ലാവരും ചെടിച്ചട്ടി ഒന്നും മേടിച്ച് ഇങ്ങനെ പൈസ കളയണ്ട, വെറുതെ ചെടിച്ചട്ടി മേടിക്കണ്ട. ഇങ്ങനത്തെ ഓരോ ചിരട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞേ ഫ്ലവർ ചെടിയൊക്കെ കുഴിച്ചിടുക. അങ്ങനെ പെയിൻറ്റ് കൊടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ചെടിച്ചട്ടിയായി നമ്മളെ തൂക്കിയിടുക. അപ്പം നമ്മൾ പെയിൻറ്റ് കൊടുക്കുകയാണ്. ഈ വർക്കാണ് കേട്ടോ. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഡ്രോയിങ് വർക്ക് അല്ലെങ്കിൽ പെയിൻറ്റ് വർക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ കൊച്ചിനെ വരക്കാനൊക്കെ അറിയായിരുന്നു. ഡ്രോയിങ് പുസ്തകത്തിൽ ആദ്യം ഞാനേ വരച്ച് കൊണ്ട് കൊടുക്കും കേട്ടോ. ഫസ്റ്റിൽ വരച്ചതിൽ ആരാണ് ആദ്യം വരച്ചുകൊണ്ട് അതിൽ തിരക്കൂടി ഓടിട്ട മാഷന്മാരുടെ അടുത്തേക്ക് ഓടും. ഞാൻ സ്കൂൾ പഠിക്കണമെന്നേ ഭയങ്കരമായിട്ട് ഡ്രോയിങ് ഉണ്ട്. ആദ്യം വരയ്ക്കണം. പിന്നെ ഞാൻ ബോയ്സ് സ്കൂൾ KS സ്കൂൾ പെരിന്തൽമണ്ണ പഠിച്ചായിരുന്നു കേട്ടോ. അതിൽ നല്ല ഡ്രോയിങ് വരക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രോയിങ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴും ആ പുസ്തകം അവിടെ ഉണ്ട്. ഞാൻ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഓർഗനൈസായി ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പരീക്ഷ എഴുതാൻ പറ്റില്ല. അതിൻ്റെ സിറ്റുവേഷനൊക്കെ വന്നു. രോഗിയെ നോക്കാൻ പോയത് കൊണ്ട് എനിക്ക് ആ ഓഫീസിൽ നിന്ന് വിളി വന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ആഴ്ചയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഞായറാഴ്ച. അങ്ങനെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ കേട്ടോ. തുല്യത പഠിച്ചിരുന്നു. ഞാൻ 9 വരെ ആകെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് 10 വരെ പഠിച്ച് അത് മുഴുവനാക്കി. പരീക്ഷ എഴുതാൻ പുസ്തകമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചെടുത്തതാണ് മക്കളെ. അതൊന്നും എനിക്ക് കൂടുതലായിട്ട് അന്നൊന്നും പഠിക്കാൻ വല്ല മോഹമൊക്കെ ഉണ്ടായത് പോലും എനിക്ക് അത്ര അങ്ങോട്ട് മടിയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോരോ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ പോയതാണ്. വാപ്പാരും ഉപ്പായും അല്ല അമ്മ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പഠിപ്പിക്കാനെല്ലാവരും വലിയ അമ്മമാരെ തന്നെല്ലാം ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുകയും ചെയ്ത് പഠിപ്പൊക്കെ. പിന്നെ പോയില്ല, ആർക്കും സാധിക്കൂല. പിന്നെ പോയില്ല. പല സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി. 9 വരെ പോയിട്ട് നിർത്തി. പിന്നെ ഞാൻ തുല്യത എഴുതിയില്ല. പരീക്ഷ അടുത്ത് വന്നപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പരീക്ഷ എഴുതാനുള്ള പിന്നെ ഡേറ്റ് വന്നു. അപ്പോൾ പൈസ അടക്കാനുള്ള ഡേറ്റ് വന്ന് അതിൻ്റെ ടൈമും കഴിഞ്ഞ് ഹോൾ ടിക്കറ്റ് കൊടുക്കണമെന്നും ഞാൻ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഇത് പെയിൻ്റ് എടുക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വന്ന കാര്യമാണ് ഡ്രോയിങ് വരയ്ക്കണതും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പെയിൻറ്റിൻ്റെ പരിപാടി ഇല്ല. പക്ഷേ അവരൊപ്പം ഫോണിൽ കാർട്ടൂണിലൊക്കെ അല്ലേ ഉള്ളത്. അപ്പം നമ്മൾ പച്ച അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ.
ഇതാണ്. എന്നിട്ട് ഈ രണ്ട് ഹോൾസിലൂടെ 3 ഹോൾസുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മളിത് പെയിൻ്റ് അടിച്ച് ഉണങ്ങിയിട്ട് വേണം ഇത് കെട്ടണമെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ ഉണ്ടാക്കിയതൊക്കെ ഈ വെയിൽ കൊണ്ട് പൊട്ടി മക്കളെ. എന്തോ രസകരം ഇതാ. എന്നിട്ട് അതിന്മേൽ വെള്ള കുത്ത് കൊടുത്തിട്ട് നല്ല പിന്നെ ഭംഗിയിൽ നമ്മളാക്കട്ടോ. പച്ചമ്മ വെള്ളം കൂടെ കോട്ട് കൊടുത്താൽ എങ്ങനെയുണ്ട്. ഇനി നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. മഞ്ഞ കോട്ടിങ് കൂടെ കൊടുത്താൽ നല്ല രസമുണ്ടാവും കേട്ടോ. ഇതിൽ ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്തതിൻ്റെ വർക്കാണ്. കഴിഞ്ഞ ചാനലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ പോയ ചാനലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പൊന്നു മക്കളെ. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. മൊബൈലിൽ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല, അതെന്തോ സ്ലോ ആയിരുന്നു. അപ്പോൾ ലാഭന്തോൾ പോയി വന്നതാണ്. ഇപ്പോൾ വന്ന് കയറി ഒരു 2 മണിക്ക് 3 മണിക്കേ വന്നേ. അപ്പോൾ ആ ഒരു സമയം പിന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. കുറേ ദിവസമായി ചിരട്ടയുടെ ഇതൊക്കെ കളയണട്ടാ. ഇതിൻ്റെ മുകളിലത്തെ ഈ തൊപ്പൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ ചെയ്യുന്നത്. വീട്ടിൽ എന്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളെ വീട്ടിൽ നമുക്ക് കഴിയണം. കുറച്ച് അധ്വാനിച്ചാൽ എന്തും നേടാന്നുള്ളതാണ് മക്കളെ. അപ്പം നമ്മൾ ചെടിച്ചട്ടി വേങ്ങിക്കളയും വേണ്ട. ഇതിങ്ങനെ പെയിൻറ്റ് കൊടുത്ത് നമുക്കൊരു ചെടിച്ചട്ടി തന്നെ ആയി. നല്ല മനോഹരമായ ചെടിച്ചട്ടി നമുക്കായി. ഇനി കുറച്ച് ഭാഗത്ത് നമ്മൾ കറുപ്പാണ് കൊടുക്കാൻ പോകുന്നത്. മൊയ്വിക്കണം കേട്ടോ. ഈ ഭാഗം മൊയ്വിച്ച് എല്ലാതും എനിക്കറിയാം. ഒന്നും അറിയാത്തൊന്നുമില്ല. എല്ലാതും ഞാൻ പഠിച്ചതാണ്. ഫാഷൻ ഡിസൈന് പഠിച്ചതാണ് കുറച്ച് കാലം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ എല്ലാവരും ഒന്ന് തലട്ട് പോന്നിട്ടുള്ളൂ. പക്ഷേ കുറച്ച് പോകില്ല. തുന്ന ക്ലാസ് പോയതാണ്. എല്ലാതും ഒന്ന് തലട്ട് പോരും. എന്നിട്ട് അതവിടെ ഇടും. അപ്പോൾ അത് മടുക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും നോക്കും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കിടന്നു പോയി. ഇപ്പം നിങ്ങളെ മുന്നിൽ യൂട്യൂബറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ എൻ്റെ പൊന്നു മക്കളെ. ഇപ്പം ഞാൻ നിങ്ങളേക്കായും എല്ലാവരേക്കായും വലിയ ആളായി. അതിന് എനിക്ക് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. ഇടയ്ക്കൊരു വലിയ ആളായതുപോലും എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രക്ക് പോലും ആൾക്കാർ പറഞ്ഞത് പോലും എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതാപ്പം എൻ്റെ കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. സെലിബ്രിറ്റി ആവുമെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ അതിൽ ബുള്ളറ്റ് മാനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അറിയപ്പെട്ടത്. അങ്ങനെ ആകുമ്പോഴാണ്. എനിക്ക് ആദ്യമൊന്നും വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബുള്ളറ്റ് മാനിക്ക് വന്നത് കൊണ്ട് എനിക്ക് അതൊന്ന് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് എനിക്കത് ലൈക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് കേട്ടോ. 1000 സബ്സ്ക്രൈബറായി. അതിൻ്റെ ഇടയ്ക്ക് വല്യമ്മാനോട് പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതാണ് ഈ ബുള്ളറ്റ് മാനിക്ക വല്ലാത്ത നല്ലൊരു മനുഷ്യനെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇക്കരെ സെലിബ്രിറ്റി ആവാൻ കാരണം. അതൊരിക്കലും ഒരാൾ തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കാനും പോകുന്നില്ല. അവർക്കൊന്നും സമയമില്ല വിളിച്ചാലൊന്നും. എന്നാലും വിളിച്ചാലും ഫോൺ എടുക്കുകയൊക്കെ ചെയ്യും. നമ്മളെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണ്. അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളെ കല്യാണത്തിന് കൊണ്ടുപോയി. നമ്മളെ മുഫിനോടെ ഒക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടു വന്നല്ല. നമ്മൾ പുറത്തുനിന്നാണ്. പിന്നെ പോരുമ്പോൾ വീട്ടിൽ കൊടുന്നാക്കി തന്നു, ഭക്ഷണം വാങ്ങിത്തന്നു, ഒക്കെ ചെയ്തു എൻ്റെ ബോസ് നല്ലൊരു മനുഷ്യനാണ്. ബോസ് എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെ. നമ്മളെ നല്ല സ്നേഹിച്ച് മുർഷിമോനായാലും ഷാനുമോനായാലും ജെസ്സി ആയാലും എല്ലാവരും നമ്മളെ കട്ടച്ചങ്കുകൾ തന്നെയാണ് കേട്ടോ. ആരും നമ്മളെ സ്നേഹിക്കാതെ ഇരുന്നിട്ടില്ല. എല്ലാവരും നമ്മൾ സ്നേഹിച്ചിട്ട് തന്നെ ഉള്ളൂ. ഓർക്കും ഓരോ തിരക്കായിട്ടാണ്. എനിക്കും തിരക്കായി, ഓർക്കും തിരക്കായി. പിന്നെ ഓർക്കായിട്ട് ഓരോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. എല്ലാവരും ഇപ്പോൾ ഒപ്പം നടക്കാനൊന്നും എപ്പോഴും പറ്റൂല. അതാണ്. ജെസ്സിക്കായിട്ടുള്ള തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നില്ല. സപ്പൂസിനെ വിളിച്ചിട്ടൊന്ന് എവിടെയാണാവോ പനിയൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. ആരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ അഹങ്കാരമോ എനിക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട്
ജെസ്സിയൊക്കെ നല്ല പരിശ്രമിച്ചിരിക്കുന്നു. നമ്മളെ ഈ ചാനൽ പോയതും ഇവൾക്ക് വല്ല സങ്കടമായി. ജെസ്സിയുടെ പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി. ഇന്നിപ്പോൾ എല്ലാവർക്കായി ഇപ്പം ഞാൻ മുന്നിലെത്തും ചെയ്തു. ഓലതിപ്പോൾ ഒരു വീഡിയോ ഇടണമില്ല. അകപ്പാടെ സങ്കടത്തിലാണ് ഇപ്പം ഞാൻ. എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും നല്ലപോലെ ഞാൻ ഒരുമിച്ചാക്കി കൊടുത്തതാണ്. എല്ലാ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയതാണ്. ഓരതൊക്കെ ഈ തകടം മറിച്ചു. അതേ ഇപ്പം ഉണ്ടായത്. ഇപ്പോൾ അവർക്ക് റീച്ചുമില്ല, ഒന്നുമില്ല. അതാകെ ഇടങ്ങേറായി. ഇച്ചാൽ കാണുമ്പോൾ തന്നെ ഇടങ്ങേറാണ്. ഇപ്പോൾ വിളിക്കാൻ തോന്നുന്നില്ല. ഒരു വീഡിയോ മര്യാദക്ക് ഇടണമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാനിപ്പോൾ. ഇപ്പോൾ എവിടേക്കും പോവാനും പേടിയാണ്. ഇപ്പോൾ എവിടേക്കും പോവാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. തുണക്കാരത്തികളുണ്ടാകുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. എവിടെ പോണതും അതൊരു രസം, ചിരിയും കളിയും വിനോദവും എന്ന് പറഞ്ഞ മാതിരി അതൊക്കെ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ ഉള്ളത് പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ലോകം കറങ്ങാനും ലോകം അറിയപ്പെടുന്നത് ആളുമായത്. അതുപോലെ എനിക്ക് പോലും അറിയാത്ത ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് പച്ചയും കുറച്ച് ഭാഗത്ത് പിന്നെ ബ്ലാക്കും കുറച്ച് ഭാഗത്ത് നീലയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പല കളർ ആയിക്കോട്ടെ. നമ്മൾ എന്നിട്ട് വേറെ ഒരു കളറും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയാക്കി ഈ ചിരട്ടൊന്നിനെ അലങ്കരിച്ചെടുക്കാം കേട്ടോ. അടിപൊളി തന്നെ ആയിരിക്കും. 10 റുപ്യ മാത്രമേ ഉള്ളൂ ഇതിന് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ പെരിന്തൽമണ്ണ പോയിക്കോളി. പിന്നെ എന്താണ് ബാലഗോപാലൻ ബൈപ്പാസിക്ക് നമ്മുടെ കോഴിക്കോട് റോഡിനാണ് കേട്ടോ. നമ്മൾ അത് പ്രൊമോഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ ചങ്കട കടയാണ്. പോയിക്കോളി, കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കോളി. അതിനൊന്നും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കാതെ ഇങ്ങനത്തെ പൈൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഊരാലോ കെട്ടി കൊടുക്കേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ മൊബൈലിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. എല്ലാ കുട്ടികളെ കണ്ണിനിപ്പോൾ കാഴ്ച കുറവ്. ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു. ഒരു പിഞ്ച് കുഞ്ഞുങ്ങളാണ് കാഴ്ച ഇല്ലാതൊക്കെ കഷ്ടപ്പെടുന്നു. ക്യാൻസറായിട്ടും അങ്ങനെയൊക്കെയുള്ള ഈ മൊബൈലുമ്പോൾ ഈ ഇൻഫെക്ഷൻ വരുത്രേ. കാഴ്ച മങ്ങും, കേൾവി മങ്ങും, പല കോരങ്ങളും പിന്നെ രോഗങ്ങളും വരുന്നുണ്ട്. നമ്മളതൊന്നും ചിന്തിക്കണില്ല. കുട്ടികൾ വാശി പിടിക്കുമ്പോൾ മൊബൈലെടുത്ത് കൊടുക്കാതെ പകരം നമ്മൾ ഇങ്ങനത്തെ ഓരോരോ വർക്ക് ചെയ്യിക്കുക. കളർ കൊടുക്കുക, അല്ലെങ്കിൽ പെൻസിലോ കളറോ കൊടുത്തിട്ട് ഒരു പുസ്തകം നോട്ടിക്കിൽ ഓർക്ക് വേണ്ടത് എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക. നമ്മളെ കുട്ടികൾ നമ്മളെ നല്ല വഴക്കാക്കിയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അപ്പം നമ്മൾ വെള്ള എണിഞ്ഞ് കൊടുക്കാൻ പോകട്ടാ. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. നമ്മളൊക്കെ അടിക്കണം. ഭയങ്കര ടൈറ്റാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലങ്കേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ദുനിയാവിൽ നടക്കുന്ന വാർത്ത വയ്ക്കാൻ കഴിയുന്നില്ല. ഭയങ്കര വിഷമയേറിയ കാര്യങ്ങളാണ് കേട്ടോ നടക്കുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല. എത്ര മരണങ്ങളാണ് ഇപ്പോൾ വന്നതെന്നറിയോ. അപ്പോൾ ഇവിടെ വൈറ്റാണ് കൊടുക്കുന്നത്, വെള്ള. വൈറ്റ് പറയാത്തവരെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നെങ്കിലും വൈറ്റാണ് മക്കളെ, വൈറ്റ്. അപ്പം നമ്മൾ ഒക്കെ കൊടുത്ത് റെഡിയാക്കി. എല്ലാതോടെ കടക്കട്ടെ, അങ്ങനെ ഭംഗിയോടെ ഉണ്ടാവട്ടെ. ഇത് മഴവില്ലിൻ്റെ മാതിരി പലതോടെ കൊടുക്കുക. കാണുന്നുണ്ടോ മക്കളെ? ഇനി നല്ലോണം നട്ട് കളർ കൊടുത്തപ്പോൾ വെള്ളയും വെയിലറ്റും കൂടെ ഒന്ന് കമ്പയർ ചെയ്തു. അവിടെ കണി എല്ലാം ഭംഗിയല്ലേ. ഇതാണ് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇനി ഇതിൽ കുത്തിട്ട് കൊടുക്കണം. അതെന്താണ്, വെള്ളക്കുത്താണ് വേണ്ടത്. വെള്ളയാണല്ലേ, പച്ചയിൽ വെള്ള, വൈറ്റ്, ബ്ലാക്കിൽ വൈറ്റ് കൊടുക്കുക. അതിൽ നമ്മളെ പൂക്കളായിട്ടോ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ കുത്തിട്ട് കൊടുക്കുക. നമ്മൾ ചുവപ്പ് വേണമെങ്കിൽ ചുവപ്പിട്ട് കൊടുക്കുക, വയലറ്റ് വേണമെങ്കിൽ വയലറ്റ് കൊടുക്കുക, ഒക്കെ ചെയ്യാം. നമുക്ക് എന്ത് ഡെക്കറേഷനാണ് വർക്ക് കൊടുക്കുന്നേ. അപ്പം നമ്മൾ ഫൈനൽ ലുക്ക് ഇതാട്ടോ. അപ്പം ഞാനതിൽ കുറച്ച് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടാലും എൻ്റെ കൈമേലാവുകയാണ്. അപ്പം പിന്നെ നമ്മൾ
അതിപ്പോൾ തൊടാൻ പോകുന്നില്ല, ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പം മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല ചൂടാണ് പുറത്ത്, തലയൊക്കെ വേദന ആവും. അമ്മാതിരി എൻ്റെ വീടിൻ്റെ എൻ്റെ ഫ്രണ്ട് തൊണ്ണു വെയിലായിട്ട് വന്നിക്കണം കേട്ടോ. വെയിലാണ്, എൻ്റെ സൂര്യനെ എൻ്റെ കണ്ണിൻ്റെ നേരെ കാണുന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ എല്ലാവരും ഫ്ലവർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഈ ഓൾസ് കൂടെ ഈരെ എന്തെങ്കിലും ഇതോ വള്ളി ഇട്ട് കൊടുക്കുക നമ്മൾ. എന്നിട്ട് കെട്ടി പൂട്ടി ചെടിച്ചട്ടിയാക്കി നമ്മളത് ചെടിച്ചട്ടി ചിരട്ട കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി മക്കളെ. ഇനി ഇതും പെയിൻ്റ് അടിക്കണം. ഇതൊരു കപ്പ് മോഡൽ ഇങ്ങനെ ഇതിൽ വല്ല എന്തെങ്കിലും ക്ലിപ്പ് എന്താണ് നമ്മളെ കമ്മലൊക്കെ ഇട്ട് വെക്കാം. ഇത് പെയിൻ്റ് അടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിരിക്കുകയാണ്, അതൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. അത് ആദ്യം ഇങ്ങനെ പൊട്ടിയേക്കുമ്പോഴേ കുറച്ചുകൂടെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇതാക്കി. ഇത് കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഈ വർക്ക് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതുമ്പോൾ കൂടെ കളർ കൊടുക്കണം. ഇപ്പം ഞാൻ കളർ കൊടുക്കലില്ല. ചായ കുടിക്കാത്തപ്പോഴാണ് ഈ കൂട്ടുവായി വരുന്നത്. ചായ തരി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചായ കുടിച്ചാൻ പോവുകയാണ് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പൈസ